അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലും നല്ല ആഹ്ലാദത്തിലാണ്. ഒന്നാമത് ക്ലാസ്സൊന്നുമില്ല, മുബർക്കശാണ്, നല്ല ജോലിയിലാണ് എല്ലാവരും. അതിന് പുറമെ മുബർക്കശ് കഴിഞ്ഞ ഉടനെ ലീവാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും നല്ല എൻജോയിലാണ് അല്ലേ? അല്ലേ? ആ, ഞാൻ ഇന്ന് രാത്രി എൻ്റെ മുബർക്കശിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 കുട്ടികളുണ്ട് അവിടെ മൂലയ്ക്ക് ഇരുന്ന് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബടായി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പരിപാടിയൊന്നും ഇല്ലേ, നിങ്ങൾ എന്തൊന്നും നോക്കാത്തത്, എന്താണ് ഒന്നും നോക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവരറിഞ്ഞ് അതിന് ഒരുത്തം പറഞ്ഞ് ഞാൻ കഴിഞ്ഞുള്ള ഒരു പരിപാടിക്ക് കൂടി, അതിൽ പൊട്ടി പണ്ടടങ്ങി ഒന്നുമില്ലാണ്ടായി. അപ്പോൾ എനിക്ക് കൂടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല, എന്തായാലും എനിക്ക് കിട്ടൂല. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രശ്നം. എന്തിനാണ് തളരുന്നത്? എന്തിനാണ്? സത്യം പറഞ്ഞാല് ഒരു തോറ്റു എന്ന് വിചാരിച്ച് നമ്മൾ തടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വിജയിച്ച ആൾക്കാരൊക്കെ, സക്സസ് ആയ ആൾക്കാരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാവരും തോറ്റിട്ടാണ് വിജയത്തിലേക്ക് എത്തിയത്. എടുക്കുന്ന ഒരു ഡോക്ടർ പറയണ്ടായി, ഞാൻ തോറ്റിട്ട് ഡോക്ടറായി. അങ്ങനെ ഉണ്ടാവാറ്. തോൽവി എന്നുള്ളത് വിജയത്തിന്റെ എന്താണ്, ചവിട്ടുപടിയാണ്. അപ്പോ തോറ്റ് പിന്നെയും തോറ്റ്. അതിന് കുറെ ആൾക്കാർ എന്താക്കുമെന്ന് വെച്ചാൽ, തോറ്റാല് എന്നെ കൊണ്ടൊന്നാവില്ലപ്പാ, ഇതിലെന്തിനാണ് ആ ഒരു മൈൻഡ് പിന്നെ ഒഴിവാക്കി, പിന്നെ മൂലക്ക് ഇരുന്ന് പിന്നെ അതിലേക്കൊരു ഫോക്കസ് കൊടുക്കാതെ ഇങ്ങനെ നടക്കും. സത്യം പറഞ്ഞാല് നമ്മൾ തോറ്റാല് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത്, എനിക്കെന്താ പ്രശ്നം, മറ്റവനിക്കില്ലാത്ത എന്തോ ഒരു കുറവ് എനിക്കുണ്ട്, ഞാൻ എങ്ങനെയാണ് പരിഹരിക്കുക, ആ ഒരു ചിന്ത നമുക്ക് വേണ്ടേ. അങ്ങനെ ആ കുറവ് കണ്ടെത്താ, എന്നിട്ട് അതിന് വേണ്ട പരിഹാരം കണ്ടെത്താം. എന്നാൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും. നമ്മൾ തളർന്ന് മൂലയ്ക്ക് ഇരുന്നാൽ നമ്മളെ ആ കഴിവ് ഇല്ലാതായി പോകും. എന്നാൽ പല ആൾക്കാർ ഇപ്പോൾ മുബർക്കസിലല്ലോ ആ കുട്ടി എന്നോട് പറഞ്ഞ്, ഞാൻ പാട്ട് പാടി, അങ്ങനെ പാട്ടാടാൻ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം തോപ്പിച്ചു, അപ്പം എനിക്ക് തളർന്നു പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആദ്യം ആ പാട്ട് എന്ന് പറയുന്ന കാര്യം നമുക്ക് പറ്റിയതാണോ നോക്കണം. ഒന്ന് അപ്പുറത്തുള്ള ആൾക്കാരോട് ചോദിക്കാൻ, ആ പാടുമ്പോൾ അത് പാട്ട് തന്നെയാണോ എന്ന്. അങ്ങനെ നമുക്ക് പറ്റിയതാണോ എന്നൊന്നും കൂടി നോക്കണം. അല്ലാതെ ഈ ആന കാഷ്ടിക്കുന്ന പോലെ എണ്ണാൻ കാഷ്ടിച്ചാൽ നടക്കൂല എന്ന് പറയില്ലേ, അതേപോലെ അവസ്ഥയാവും. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പാട്ട് പാടി. അങ്ങനെ പാട്ടാടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് ചങ്ങായിമാരെ പറഞ്ഞ്, എടാ നീ പാട്ട് പാടിയതാ അല്ലെങ്കിൽ പ്രസംഗം പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ അല്ലാതായിപ്പോയി. പക്ഷെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചൊരു ചിന്ത ഉണ്ട്. എന്താണെന്നറിയോ? ഓ, നമുക്ക് പ്രസംഗിക്കാനല്ല അറിയായിരിക്കും അല്ലേ, എന്നെ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എന്താക്കി വെച്ചാൽ ഞാൻ അതിനുശേഷം പ്രസംഗിക്കാൻ തുടങ്ങി, പിന്നെ കഥാവസനം പറയാൻ തുടങ്ങി, വേദ പറയാൻ തുടങ്ങി, ഇതാ ഇപ്പൊ മോട്ടിവേഷനും പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് എന്താണ് പറ്റുന്നത്. പാട്ടാടാൻ പറ്റുന്ന ആളെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് അല്ലാഹു തആല ഒന്ന് തന്നിട്ടുണ്ടാവും, നമ്മൾ പ്രാസംഗികനായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാം. പിന്നെ പല ആൾക്കാരും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത്, ആരെങ്കിലും പരിഹസിച്ചാൽ പിന്നെ അവൻ ഇല്ലാണ്ടായി. ഇപ്പം നമുക്ക് ആരായിട്ട് എന്തെങ്കിലും ചെയ്ത് നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാം നമ്മുടെ ടീം മാറിപ്പോൾ ഞാൻ സൽഗൂർ ടീമാണ്. അങ്ങനെ സൽഗൂറിൻ്റെ ടീമാരോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ പരിപാടി കണ്ട് സെറ്റ്, അപ്പുറത്തിനോട് ഒന്ന് പോയ മോനെ ഒന്നുമില്ല, രസമില്ല, അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് രസമില്ല എന്ന് കേട്ടിട്ട് ശരിയാണല്ലേ, 2 ഗ്രൂപ്പാറും പറയുന്ന രസമില്ല, ആകെ ഒരു ഗ്രൂപ്പ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അവർ തളർത്തും. പക്ഷെ ഞാൻ തളർന്നിട്ട് പിന്നെ അത് നിർത്തിയിട്ട് പോയാൽ ചിന്തിച്ച് നോക്കി, ആ പരിപാടി പിന്നെ എന്നിൽ ആ കഴിവില്ലാണ്ടാവും. അങ്ങനെ ആകാൻ പാടില്ല. ആര് തളർത്തിയാലും തളർത്തിയവരുടെ മുതുകിലൂടെ പടർന്ന് പന്തലിക്കണം നമ്മൾ. അതാ വേണ്ടത്. തളർന്ന് നമ്മൾ മൂലക്കിരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പണ്ടൊരു ആളുണ്ടായിരുന്നു. അയാള്
MBBS വരെ പഠിച്ചു, നല്ല കഴിവുള്ള ആളാണ്. അങ്ങനെ MBBS വരെ പഠിച്ചിട്ട് അയാൾ MBBSന് വേണ്ടിയിട്ട് കോളേജിൽ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തു. അങ്ങനെ ഓരോ കോളേജിലും പോയി. ഓരോ കോളേജിൽ പോയിട്ട് ചോദിച്ച്, ഞാൻ പാവപ്പെട്ട കുടുംബമാണ്, എനിക്ക് എന്തെങ്കിലും ചോദിച്ചു ഇവിടെ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞ് കുറേ പൈസ വേണം, പാവപ്പെട്ട നിനക്കൊന്നും എന്തായാലും ചേരാൻ പറ്റൂല എന്ന് പല കോളേജിലും പോയി ഓൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. എല്ലാ കോളേജിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ അദ്ദേഹം വിചാരിച്ച് ഞാൻ എന്തായാലും MBBS പരീക്ഷ എഴുതും, ജയിക്കും, ഞാനെന്നാൽ ഒരു കോളേജിലും പോകാണ്ട് വീട്ടിൽ നിന്നിട്ട് പഠിക്കും. ആ ഒരു ചിന്ത അയാൾ ചിന്തിച്ചു. അങ്ങനെ അയാൾ വീട്ടിൽ നിന്ന് പഠിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് അയാൾ MBBS പാസ്സായി, ഉന്നത വിജയത്തോടെ പാസ്സായി. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പുതിയൊരു പദ്ധതി തുടങ്ങി. അദ്ദേഹം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്കല്ല, വെറും 3000 രൂപ ഫീസിൽ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അദ്ദേഹം എല്ലാവരും ഒഴിവാക്കിയോ, ഞാൻ പാവപ്പെട്ടല്ല, എന്നെ കൊണ്ടൊന്നും ആവില്ലപ്പാ, ആ ഒരു ചിന്തയോടുകൂടെ അയാൾ അത് ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കുകളുടെ ആളുകളുടെ അത്താണിയാകാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അനന്തു എന്നാണ്, അറിയായിരിക്കില്ല. പിന്നെ പല ആൾക്കാരും നമുക്കറിയാം, പല ആൾക്കാരും കുറേ ആൾക്കാർക്ക് കുറേ രീതിയിലുള്ള കഴിവാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിവായിരിക്കില്ല അല്ലേ. കുറേ ആൾക്കാർക്ക് കുറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ആ കൂട്ടുകാരന് ശബ്ദത്തിൻ്റെ പ്രശ്നമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ ഞാനാണെങ്കിൽ ഒന്നും പറയൂല, പക്ഷെ എല്ലാവരും തളർത്തി. അങ്ങനെ നല്ല പ്രസംഗമൊക്കെ പറയാൻ പരിശ്രമിച്ചുകൊണ്ടുണ്ടായ ആളാണ്. പക്ഷെ പിന്നെ നിർത്തി, പ്രസംഗമില്ല, ഒന്നുമില്ല, ആരോടും വർത്തമാനം പറയുന്നില്ല. അങ്ങനെ തീരെ ഉള്ള കഴിവ് മൊത്തം അയാൾ നശിപ്പിച്ചു. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്ക്. നമുക്ക് എന്താണോ കഴിയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം, നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യണം. നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഒന്നാമത് ഒരു നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് ഭയങ്കര പ്രശ്നമാണ്. അദ്ദേഹം എന്താ വെച്ചാലേ, ഒരു ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അദ്ദേഹം ഓരോരോ ആൾക്കാരുടെ ഇങ്ങനെ പോയി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് എല്ലാവരും പറയുന്നത്, നിൻ്റെ സൗണ്ട് പാങ്ങില്ല, നിൻ്റെ സൗണ്ട് രസമില്ല, അതുകൊണ്ട് നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് നിർത്തി. അങ്ങനെ അദ്ദേഹത്തിന് പുതിയൊരു തീരുമാനം എടുത്ത്, അദ്ദേഹം വർത്താനം പറയാതെ, സംസാരിക്കാതെ, വെറും മൗനത്തോടുകൂടെ, ഒന്നും മിണ്ടാതെ അദ്ദേഹം കോമഡികൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിലൂടെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചെയ്ത ആ വീഡിയോസും മറ്റൊക്കെ കണ്ട് അങ്ങനെ അദ്ദേഹം വലിയ അറിയപ്പെട്ട ഒരാളായി. അയാളാണ് മിസ്റ്റർ ബീൻ. അറിയൂലേ? അതുപോലെ മിസ്റ്റർ ബീൻ ആവണം എന്നല്ല നമ്മളെ കഴിവ്. പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പിന്നെ മോട്ടിവേഷൻ എടുത്താൽ മതി, എൻ്റെ മെസ്സിൻ്റെ കഥ പറഞ്ഞു, മുത്തരിങ്ങളോടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ മെസ്സിൻ്റെ കഥ പറഞ്ഞിട്ടായിട്ട് ലാസ്റ്റ് ഓരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, മെസ്സി ആണോ? സത്യം പറഞ്ഞാൽ മെസ്സിയൊക്കെ ഇങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ പ്രയാസത്തിൽ നിന്ന് എന്താക്കി ഉയർത്തെഴുന്നേറ്റ് ഉന്നത സ്ഥാനത്തെത്തി. അതേപോലെ നിങ്ങൾ പഠിച്ച് വളർന്ന് വലിയ ആലിമാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവയാണ് മെസ്സി ആണോ? അങ്ങനെ ഉണ്ടാകാൻ പറ്റൂല. ഇപ്പോൾ മോട്ടിവേഷൻ കേട്ടിട്ട് അങ്ങനെയാണോ എന്ന് ആരും ആഗ്രഹിക്കും. പിന്നെ കഴിഞ്ഞു. അപ്പോൾ അവസാനമായി തളരാനും പടരാനും എല്ലാം നമ്മളാണ് തീരുമാനം. നമ്മളെടുത്ത തീരുമാനം തളരണോ പടരണോ. അതുകൊണ്ട്
എല്ലാവരും പഠിച്ച് കയറി വാ. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.